വാഴ എന്ന് പറയുന്ന സിനിമ കണ്ടു. ഈ സിനിമയിൽ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം സിനിമയിൽ പുതുമുഖങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ നമുക്ക് പുതുമുഖങ്ങളെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് വളരെയധികം പരിചിതരായിട്ടുള്ള ആളുകളാണ്. സോഷ്യൽ മീഡിയയിലൂടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് കോമഡി വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, അനുരാജ്, അമിത് മോഹൻ, അൻഷിധനു, സാഫ് ബോയ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാനപ്പെട്ട വാഴകളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇവരെ കൂടാതെ കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, നോബി തുടങ്ങിയവരും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ എങ്ങനെ ഈ സിനിമ ആസ്വദിച്ചു എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ. മാക്സിമം ഞാൻ സ്പോയിലേഴ്സൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സിനിമ കാണാത്ത ആളുകൾക്ക് കൂടി കാണാവുന്നതാണ്. ടാക്കിസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സിനിമ ആരംഭിക്കുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ്. നല്ലൊരു ടൈറ്റിൽ സോങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിട്ട് ഒരു ക്വാളിറ്റി വർക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് നൽകുന്ന രീതിയിലാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ആദ്യ പകുതി, ഏറ്റവും രസകരമായിട്ട് ആസ്വദിച്ചിട്ടുള്ള ആദ്യ പകുതി ഈ സിനിമയുടേതാണ്. കാരണം ഒരുപാട് നല്ല പെർഫോമൻസുകളും നല്ല കോമഡികളൊക്കെ ആയിട്ട് ഒരു നിമിഷം പോലും ബോറടിക്കാതെ രസിച്ച് കാണാവുന്ന ഒരു ആദ്യ പകുതിയാണ് ഈ സിനിമയുടേത്. എല്ലാവരും നല്ല പെർഫോമൻസാണ്. പ്രത്യേകിച്ചും ജോമോൻ ജ്യോതിറൊക്കെ ഒരുപാട് നല്ല കൗണ്ടറുകൾ ഈ സിനിമയിലുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് ഗുരുവായൂരമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴും ചെറിയ റോളായിരുന്നെങ്കിൽ കൂടി നല്ല ശ്രദ്ധ പിടിച്ചു പറ്റുകയും നന്നായിട്ട് കോമഡിയൊക്കെ വർക്കൗട്ട് ആവുകയും ചെയ്തിട്ടുള്ളൊരു നടനാണ്. അതേപോലെ തന്നെ ഈ സിനിമയിലും കോമഡി രംഗങ്ങളിലൊക്കെ അസാധ്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിജു സണ്ണി ആയാലും അനുരാജ് ആയാലും ഒക്കെ അവരുടെയൊക്കെ പെർഫോമൻസുകളും നന്നായിരുന്നു. സിജു സണ്ണിയുടെയൊക്കെ 1-2 സീനുകളൊക്കെ എടുത്തു പറയേണ്ടതാണ്. നല്ല ചിരി സമ്മാനിച്ചിട്ടുള്ള സീനുകളുണ്ട്. അനുരാജും ചെറിയൊരു ആക്ഷൻ സീനൊക്കെ വരുന്നതിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഒരു യങ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ആദ്യ പകുതിയാണ് ഈ സിനിമയുടേത്. ഇതിൻ്റെ ഇൻ്റർവെലിനോട് അടുത്തിട്ട് ഒരു ക്യാമിയോ അപ്പിയറൻസ് വരുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല സർപ്രൈസിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് നമ്മുടെ ആഷിറും ടീമൊക്കെ കടന്നു വരുന്നുണ്ട്. അവരും കുറച്ച് രംഗങ്ങളിലുള്ളെങ്കിൽ കൂടി അസാധ്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു വൈബിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ അവരും പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹാഷിറിൻ്റെയൊക്കെ ഈ റീലിലൊക്കെ പുള്ളി കൊടുക്കുന്ന ചെറിയ ചില എക്സ്പ്രഷൻസൊക്കെ ഉണ്ട് ഫണ്ണി ആയിട്ടുള്ള. അപ്പോൾ അതേ ഒരു വൈബ് കീപ്പ് ചെയ്തുകൊണ്ട് ഈ സിനിമയിലും അവരും പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ഭാഗങ്ങളൊക്കെ വരിക. പക്ഷേ ഉള്ള ഭാഗങ്ങൾ വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. കാരണം അവരൊരു ഗംഭീരമായിട്ടുള്ള വർക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും സോങ്ങുകളും ഒക്കെ ആയിട്ട് ഈ സിനിമയുടെ ഒരു മൂഡ് എന്താണോ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതൊക്കെ വർക്കൗട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ എടുത്തു വരേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ടീമാണ്. അതുപോലെ തന്നെ സോങ്സ് മ്യൂസിക് സൂപ്പർവിഷൻ ചെയ്തിരിക്കുന്നത് അങ്കിത് മേനോനാണ്. സോങ്സ് ഫ്രം രജത് പ്രകാശ്, ഇലക്ട്രോണിക് കിൽ ആൻഡ് പാർവതീഷ് പ്രദീപ്. ഇവരുടെയൊക്കെ വർക്ക് എടുത്തു വരേണ്ടതാണ്. ഈ സിനിമയുടെ ഒരു ഫീലിനെ എൻഹാൻസ് ചെയ്യുന്നതിന് ഇവരൊക്കെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറേ കൂടെയൊക്കെ ഇമോഷണലാണ്. ശരിക്കും അവിടെ സ്കോർ ചെയ്യുന്നത് ഈ അച്ഛൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടന്മാരാണ്. ജഗദീഷ്, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, നോബി തുടങ്ങിയവരൊക്കെ. അവരൊക്കെ എന്ത് രസകരമായിട്ടാണ് ഇമോഷണൽ സീനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ശരിക്കും നമ്മൾ പറയാറുണ്ട് ഈ കോമഡി ചെയ്യുന്ന നടന്മാർക്ക് ബാക്കി എന്ത് വേഷങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിനെ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ തന്നെ ജഗദീഷ് ശ്രീകുമാറിനെ എടുത്ത് നോക്കിയാലും മാള അരവിന്ദൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള നടന്മാരുണ്ട്. അതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവരും പെർഫോം ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ഇമോഷണൽ സീനുകളൊക്കെ കുറച്ചൊക്കെ മെലോഡ്രാമയിലേക്ക് വഴുതി പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ വരും. അവിടെയൊക്കെ ശരിക്കും തുണയാവുന്നത് ഇവരുടെ ഈ പെർഫോമൻസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ റിലേറ്റബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നതും വലിയൊരു ഘടകമാണ്. കാരണം ഈ ഇമോഷണൽ രംഗങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു യങ്ങർ ജനറേഷന് ഈ 90s കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവർക്കും അല്ലെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 20 വയസ്സ് തൊട്ടിട്ട് ഒരു 32 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ വളരെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ ഇമോഷണൽ രംഗങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് വർക്കാവും. അതുകൊണ്ട് തന്നെ ഈ മെലോഡ്രാമയിലേക്ക് പോകുന്നുള്ള ഘട്ടത്തിലൊക്കെ ഈ രണ്ട് ഘടകങ്ങളും സിനിമയ്ക്ക് തുണയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നെഗറ്റീവ് ഫാക്ടേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്റ്റോറി ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം. കാരണം കുറച്ച് ചെറുപ്പക്കാരുടെ അവരുടെ ചെറുപ്പകാലം തൊട്ട് അവർ കോളേജൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ അന്വേഷിക്കുന്നത് വരേക്കുള്ള അവരുടെ ജീവിതമാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത്. അതല്ലാതെ വലിയൊരു കഥ ഈ സിനിമയിലില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഈ സിനിമ രസിച്ചേക്കണമെന്നില്ല. മറ്റൊന്നെന്ന് പറയുന്നത് കുറച്ച് കണ്ടൻറ്റൊക്കെ ഈ ട്രോളുകളിൽ നിന്നൊക്കെ ചുരണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുള്ളക്ക് എന്ന് പറയുന്ന TV സീരീസിൽ വളരെ വൈറലായിട്ടുള്ളൊരു ഇമോഷണലായിട്ടുള്ള സീനുണ്ട്. അത് നൈസായിട്ട് ഈ സിനിമയിൽ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അത്തരം രംഗങ്ങളൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. ആകെ കൂടി നോക്കുമ്പോൾ ഈ റിലേറ്റബിലിറ്റിയെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അതെങ്ങനെ വർക്കൗട്ട് ആവുന്നു അതനുസരിച്ചിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് നൽകുന്ന ടോട്ടാലിറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സറിഞ്ഞ് കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. ഒരുപാട് ചിരിക്കാം, അതുപോലെ തന്നെ ഇത്തിരി കണ്ണും നിറയ്ക്കാം. എനിക്ക് നന്നായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.